ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് ഇത് സുപ്രീം കോടതിയിലെ ഫോമർ ജഡ്ജായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സാറ് പറഞ്ഞതാണ് ഇത് ചെയ്യാനായിട്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാരോട്. ഞാനിപ്പോ പറയുന്നത് കിറ്റ് കേരള എന്നാണ്. നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്ഥാനത്തിന്റെ ധാർഷ്ട്യം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു സ്ലേവറിയാണ്, വലിയ അപമാനമാണ്. അടിമയായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. എനിക്ക് ഈ നാട്ടിലെ യുവാക്കളോടും പറയാനുള്ളത് അതാണ്. എന്തിന് ഈ ഭാണ്ഡം നിങ്ങൾ ചുമക്കുന്നത്? ഈ 130 years old ഡാം നിങ്ങൾ എന്തിനു തലയിൽ വെച്ച് നടക്കും? ഹായ്, ഇറ്റ്സ് മീ ഏഞ്ചൽ രാജ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. വെൽക്കം സർ. നമസ്തേ. ഓക്കെ, മുല്ലപ്പെരിയാർ വിഷയത്തില് കേരളത്തിന് വേണ്ടി അധികം ആരും ആ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. അപ്പം സാറാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ലീഗലി മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു തോട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? എന്നോട് ഇത് സുപ്രീം കോടതിയിലെ ഫോമർ ജഡ്ജായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സാറ് പറഞ്ഞതാണ് ഇത് ചെയ്യാനായിട്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. അദ്ദേഹവും ഞാനും കൂടി വികലാംഗർക്ക് വേണ്ടിയുള്ള, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം ആരംഭിച്ച് വളരെ നന്നായി നടത്തിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പഠിച്ചു തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ജോലികൾ അത്ര ഹാർഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാനിത് പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ചു വന്നപ്പോൾ ഇതിലൊരു വലിയ അനീതി ദർശിച്ചു. കേരളത്തിന് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയം വരുമ്പോൾ അത് പോകുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് കയറി നിന്ന് വേറൊരു സംസ്ഥാനം ഭരിക്കും. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അത് ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലാത്ത ഒരവസ്ഥ. അതെ, ഇന്ത്യ പക്ഷെ ഒരു ഡെമോക്രസി കൺട്രിയാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂം ചില സമയം കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട്, അല്ലേ? അതാണ്. അപ്പം അതൊരു, അതായത് നമ്മുടെ ഭരണാധികാരികള് നമ്മുടെ ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വലിയൊരു തിരിച്ചറിവാണ്. അപ്പോ കേരളത്തിൽ വേറെ ആരും വന്നും ഭരണം നടത്താൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്വാതന്ത്ര്യ സമരമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാരോട്. ഞാനിപ്പോ പറയുന്നത് കിറ്റ് കേരള എന്നാണ്. കേരളത്തിലെ കാര്യം നോക്കാൻ കേരളത്തിലൊരു സർക്കാരുണ്ട്, അവര് നോക്കിക്കോളും. ഇവിടെ കയറി ഭരിക്കാൻ വരണ്ട, അതാണ്. അപ്പൊ വലിയ അപമാനമാണ്. നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്ഥാനത്തിന്റെ ധാർഷ്ട്യം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു സ്ലേവറിയാണ്, വലിയ അപമാനമാണ്. പണ്ടൊരു കവി പാടിയില്ലേ, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അടിമത്തം അങ്ങനാണ്. അടിമയായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. എനിക്ക് ഈ നാട്ടിലെ യുവാക്കളോടും പറയാനുള്ളത് അതാണ്. എന്തിന് ഈ ഭാണ്ഡം നിങ്ങൾ ചുമക്കുന്നത്? ഈ 130 years old ഡാം നിങ്ങൾ എന്തിനു തലയിൽ വെച്ച് നടക്കും? അതൊരു ചോദ്യമാണ്. ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ? ഇപ്പൊ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ലല്ലോ. എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ സാധിക്കുക ഇതില്? അതിന് നമ്മൾ തമിഴ്നാട്ടുകാരെ മാതൃകയാക്കണം. അവിടെ ജല്ലിക്കെട്ട് വിഷയം വന്നല്ലോ. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സ്പോട്ട് തന്നെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പറ്റില്ല. എന്നിട്ട് പോലും അവിടെ അത് തടയാനായിട്ട് കഴിഞ്ഞോ? ഇല്ല. അത് തമിഴന്റെ സംസ്കാരമാണ്. അവിടെ ആരും ഇതുപോലെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഒരു വിഷയമല്ല. അവന്റെ സംസ്കാരത്തിന്റെ ഭാഗം, അവന്റെ തനിമയുടെ ഭാഗം, ആ ഭാഷയുടെ ഭാഗം ഒക്കെയാണ്. അവരത് പുനഃസ്ഥാപിച്ചില്ലേ? എന്ന് രാജ്യത്തെ നിയമം നേരെ എതിരായിട്ട് പോലും അവർ പുനഃസ്ഥാപിച്ചു. എവിടെ തുടക്കമെന്നറിയോ? വെറും ഒരു സ്റ്റിക്കറേല തുടക്കം. കുട്ടികൾക്ക്
ജല്ലിക്കെട്ട് പുനഃസ്ഥാപിക്കുക എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ കൊടുത്തു. അത് സ്കൂളിൽ തരംഗമായി, കോളേജുകളിൽ വന്നു. അതൊരു സമരത്തിന്റെ പ്രവാഹമായി. ജനങ്ങൾ മുഴുവനും മറീന ബീച്ചിലേക്ക് ഓടിക്കൂടി. അവിടുത്തെ സകല രാഷ്ട്രീയക്കാരും അങ്ങോട്ട് വന്നു. അപ്പോൾ ജല്ലിക്കെട്ട് വിഷയത്തിന് തമിഴ്നാടിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായി. നമ്മുടെ നാട്ടിലും സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. നമ്മൾ സമരം നടത്തി, സമരപന്തലിലേക്ക് കേരളത്തിലെ എല്ലാവരും ഓടിയെത്തി. കുറെ നാള് കഴിഞ്ഞപ്പോ സമരസമിതി നേതാവ് പോലും ഇല്ല, ഓടിയെത്തിയ രാഷ്ട്രീയ നേതാക്കളില്ല, സമരം അവിടെ അവസാനിച്ച്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനി എല്ലാ ആളുകളും ഇതിനായിട്ട് ഇറങ്ങണം. അറ്റ്ലീസ്റ്റ് അവന്റെ വീടിന്റെ മുമ്പിലെങ്കിലും മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെക്കണം. സ്റ്റിക്കർ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്ക്. അവരെ ഫോളോ ചെയ്താൽ മതി. തമിഴ്നാട്ടുകാർ എങ്ങനെയാണ് അവിടുത്തെ അവരുടെ അഭിമാനം വീണ്ടെടുത്തത്, അവരെ മാതൃകയാക്കിയാൽ മതി. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഒന്നാമത്തത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ജീവിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ തലമുറയുണ്ടല്ലോ, ആ തലമുറ ഇവിടുത്തെ യുവാക്കൾക്ക് എന്താണ് കൊടുക്കുന്നത് അത് ചിന്തിച്ചാൽ മതി. യുവാക്കൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ ലാബ് സജ്ജീകരിച്ചു ഒരു കാലത്ത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴങ്ങളും പച്ചക്കറികളും പാലും മുട്ടയും ഇറച്ചിയും എല്ലാം പരിശോധിക്കാനായിട്ട്. വിഷമുണ്ടെങ്കിൽ തിരിച്ചയക്കും. എത്ര നാളുണ്ടായി ആ ഡാം, ലാബോറട്ടറി? അധികം ആയുസുണ്ടായില്ല. തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ള നിങ്ങളുടെ തീരുമാനം ശ്ലാഘനീയമാണ്. അങ്ങനെ തന്നെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞങ്ങൾ തന്ന പണം നയാ പൈസ തെറ്റാതെ എണ്ണി തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് ഞങ്ങളുടെ ലോറി തടയും. അതാണ് അവര് പറഞ്ഞത്. അപ്പൊ ഈ വിഷം തിന്നുന്ന കേരളത്തിലെ അതാണ് ഇവിടുത്തെ തലമുറ, ഓൾഡ് തലമുറ ന്യൂ തലമുറയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് വിഷം. ഇവർക്ക് എന്ത് പറയാനുണ്ട്? 50 വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ ആളുകൾക്ക് എന്ത് പറയാനുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തിന്? അവര് പറയട്ടെ. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ യുവാക്കൾക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ഭക്ഷണം. അമ്മമാര് പാല് കൊടുക്കുന്നത്, കുഞ്ഞിനെ മടിയിൽ വെച്ച് പാല് കൊടുക്കുന്നത് എന്താ വിഷമല്ലേ കൊടുക്കുന്നത്? വെളിച്ചെണ്ണ പോലും കരിയോയിലാണെന്ന് ഈയിടെ റിപ്പോർട്ട് വന്നായിരുന്നു. എന്താണ് ഞാൻ ചോദിക്കുന്നത്? 50 വയസ്സിന് മേലെയുള്ള ആളുകളോടാണ്. നിങ്ങൾ ഈ നാടിന് കൊടുത്തിരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? എന്ത് നന്മയാണ് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്ത് നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ അനന്തര തലമുറയോട് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? യുവജനങ്ങൾ പ്രതികരിക്കണം, പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. പ്രതികരണ ശേഷി ഉണ്ടാവില്ല. കാരണം എന്താണ്? കെമിക്കൽ ഡ്രഗ്സ്, മദ്യം ഇവിടെ മയക്കി കിടത്തിയിരിക്കുകയാണ് യുവജനങ്ങളെ എല്ലാ അർത്ഥത്തിലും. ഒരു പ്രൊഡക്റ്റീവായിട്ട് ആര് ചെയ്യുന്നു, ഏത് യുവാവ് ചെയ്യുന്നു? ഇവിടെ വളരെ ചുരുക്കമില്ല എന്നല്ല ഞാൻ പറയണേ. ഞാൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് പറയണതുമല്ല. ഒത്തിരി പേര് ഹാർഡ് വർക്ക് ചെയ്യുന്ന യുവാക്കൾ ഈ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ ചെയ്തോളും. കേരളം വിട്ട ഒരു ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആണ്, അവർ ചെയ്തോളും. പക്ഷെ ഇവിടെ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇതിനെക്കുറിച്ച് വലിയൊരു അറിവ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് അറിവ് കൊടുക്കേണ്ടത് മീഡിയാസ് ആണ്. പക്ഷെ മീഡിയാസ് ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് പറയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കും തോന്നിയിട്ടുണ്ട്. കറക്റ്റാണ്. ഇവിടുത്തെ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയമൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. ഇവരെന്തുകൊണ്ട് ഇവിടുത്തെ പാലിലുള്ള വിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല? പച്ചക്കറിയിലും പഴങ്ങളിലുള്ള വിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ഇവര് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ ഈ മാധ്യമങ്ങൾ? ആണോ?
ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന ഈ ചാനലിനെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ അനാവശ്യ മാധ്യമ ചർച്ചയുടെ അടിയിലെല്ലാം നിങ്ങൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കണം. അത്രയും നിങ്ങൾക്ക് ചെയ്യാലോ, യാതൊരു ചെലവുമില്ല. ഈ ചാനലിന്റെ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. എല്ലാത്തിന്റെ അടിയിൽ അനാവശ്യ ചർച്ചകളുടെ എല്ലാ അടിയിൽ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. പ്രതിഷേധം നിങ്ങൾ പ്രകടിപ്പിക്കണം. നിങ്ങളെ കൊണ്ടാവാതെ ഇതിനൊന്നും പൈസ മുടക്കില്ല. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം, അല്ലെങ്കിൽ മലയാളത്തിൽ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെക്കാനായിട്ട് എന്ത് ചെലവ് വരും? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം കൊണ്ടുപോയി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അതൊരു ഹാഷ്ടാഗ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഈ നാടിന് വേണ്ടി അത്രയെങ്കിലും ചെയ്യുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് ഇട്ട് നോക്ക്. നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങൾ ചെയ്യും. നാട് വീണ്ടെടുക്കണം, നമ്മുടെ ഭാഷ സംസ്കാരം എല്ലാം വീണ്ടെടുക്കണം. അതിന് നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങൾ ചെയ്യും. രാഷ്ട്രീയക്കാർ ചെയ്യും, നേതാക്കൾ ചെയ്യും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യുവാക്കൾ സ്ഥാനാർത്ഥികളാവുക. ഒറ്റ അജണ്ട, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു യുവാവ് ഒരു കോർപ്പറേഷൻ ഏരിയയിലോ ഒരു മുനിസിപ്പൽ ഏരിയയിലോ ഒരു പഞ്ചായത്തിലോ ഈ ഒരു അജണ്ട വെച്ചിട്ട് നോമിനേഷൻ കൊടുക്ക്. ജനങ്ങൾ കൂടെ നിൽക്കും, ഉറപ്പാണ്. നിങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒറ്റ വിഷയം വെച്ചാൽ മതി. കാരണം അവർക്കൊക്കെ മടുത്ത്, ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് ഇല്ല. ഇവൻ അല്ലെങ്കിൽ അവൻ, അല്ലാതെ ചോയ്സ് ഉണ്ടോ? എന്നെ കേൾക്കുന്ന കേരളത്തിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത ത്രിതല പഞ്ചായത്തുകളിലേക്ക് നോമിനേഷൻ കൊടുക്കുക. ഒറ്റ അജണ്ട, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം. നിങ്ങൾ ഈ നാടിന്റെ നഷ്ടപ്പെട്ട മാനവും അഭിമാനവും ഒക്കെ വീണ്ടെടുക്കുക. അതിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒറ്റ അജണ്ട. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, തമിഴ്നാട് ഗവൺമെന്റ് ഡാമിനെ ബലപ്പെടുത്തി എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? അവര് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിനവരെ കുറ്റം പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം സയന്റിഫിക്കലി ഇല്ല. അതായത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കില്ല. ഒരു ഫ്ലോലെസ് മെത്തേഡ് ഇല്ല, ഫ്ലോലെസ് സയന്റിഫിക് മെത്തേഡ് ഇല്ല റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കിയതെന്ന് വീണ്ടും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കേബിൾ ആങ്കറിങ്, പിന്നെ ക്യാപ്പിംഗ്, പ്ലാസ്റ്ററിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സൈഡ് വാൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ എക്സ്പേർട്സ് വരണം. ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്, റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അതാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഈ കേരളത്തിലെ ഇത് ഏഞ്ചലിന്റെ മാത്രം ചോദ്യമല്ല, ഇത് കേരളത്തിലെ മൊത്തം ജനങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അപ്പൊ ഉത്തരം കിട്ടും. എല്ലാവരും ചോദിക്കട്ടെ, അപ്പൊ ഉത്തരം കിട്ടും. ഈ ഡാമിന്റെ വിഷയത്തില് തമിഴ്നാടിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? അവർക്ക് അവരുടെ തന്നെ കണക്കാണ്, 10 കൊല്ലത്തിന് മുമ്പുള്ള കണക്കാണ്. കൃഷിയിൽ നിന്ന് 50,000 കോടി രൂപ, ഇലക്ട്രിസിറ്റി 430 മുതൽ 468 കോടി രൂപ, പിന്നെ വീടാന്തരം മീറ്റർ വെച്ചിട്ട് ജനങ്ങളോട് പിരിക്കുന്ന പൈസ, ഇൻഡസ്ട്രിക്ക് വെള്ളം കൊടുത്തിട്ട് പിരിക്കുന്ന പൈസ, അങ്ങനെ ഭീമമായ ഒരു തുക തമിഴ്നാട് എക്സ്ചക്കറിൽ വരുന്നുണ്ട്. നമുക്ക് ഫലത്തിലൊന്നും കിട്ടുന്നുമില്ല. എന്തുകൊണ്ട് കേരള സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല? അതാണ് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അഡ്വക്കേറ്റ് റസൽ ജോയി മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, ജനങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് പ്രോപ്പർ റെമ്യൂണറേഷൻ ഈ കാര്യത്തിൽ കേരള സർക്കാർ വാങ്ങി കേരള സർക്കാരിന്റെ ഖജനാവിൽ വെക്കുന്നില്ല? അതായത് എവരി 30 ഇയേഴ്സ് കരാർ പുതുക്കണമെന്നാണ്, വർഷങ്ങളായി പുതുക്കിയിട്ട്. എന്തുകൊണ്ട് പുതുക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പണം മേടിച്ച് വെക്കുന്നില്ല? അതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? അതുകൊണ്ടാണോ അവരിത് ചെയ്യാത്തത്? സർക്കാരിന് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോന്നാ ചോദ്യം. ഈ സർക്കാരെ നിയന്ത്രിക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലേ? അവർക്ക് ചിലപ്പോ ബെനിഫിറ്റ്സ് ഉണ്ടാകാം, ജനങ്ങൾക്കില്ല, ഖജനാവിലും ഒന്നും വരുന്നില്ല.
ഓക്കെ. ഖജനാവിൽ തീരെ വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അവർക്ക് കിട്ടുന്ന വലിയ ലാഭത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് നമ്മുടെ ഖജനാവിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? ഒരു കോൺട്രാക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് റീസണബിൾ കൺസിഡറേഷൻ ആണ്. ഇപ്പൊ ഒരു ഭൂമിക്ക് 1 കോടി വിലയുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് വിറ്റാൽ ഇൻവാലിഡ് കൺസിഡറേഷൻ ആണ്. ആ കോൺട്രാക്റ്റേ വാലിഡ് അല്ല എന്നാ പറയുന്നത്. പ്രോപ്പർ കൺസിഡറേഷൻ വേണം എന്തിനായാലും. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ അല്ലെ? 1 രൂപയാണെങ്കിലോ പ്രോപ്പർ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനല്ലേ? അതാണ് പ്രോപ്പർ കൺസിഡറേഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ട് ആ കോൺട്രാക്ട് ഇറ്റ്സെൽഫ് ഈസ് ഇൻവാലിഡ്. 2011 ഒരു റിമോട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും ജനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. സാറിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം, എക്സാമിനേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ എവിഡൻസ് ഒന്നും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. അത് ഞാൻ അക്കമിട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എംപവേർഡ് കമ്മിറ്റിയാണ് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് ഫേക്ക്, മാനിപ്പുലേറ്റഡ് ആൻഡ് അൺസയന്റിഫിക് എന്ന് കൃത്യമായ രേഖകളോടെ ഞാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല 2025 ഒക്ടോബർ മാസം 11-ാം തീയതി ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അവർക്കറിയാം, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി കേരള സർക്കാർ പ്രോപ്പറായിട്ട് അവിടെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യണം. തമിഴ്നാട് അവരുടെ കാര്യം നോക്കിക്കോളും. കേരള സർക്കാർ എന്റെ കേസിൽ സുപ്രീം കോടതി വന്ന് പ്രോപ്പറായിട്ടുള്ള കൗണ്ടർ ഫയൽ ചെയ്യണം. ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൗണ്ടറൊക്കെ ഫയൽ ചെയ്യും, എന്നിട്ട് അവിടെ വരുമ്പോ ഉരുണ്ട് കളിക്കും. പല പ്രാവശ്യം ഉരുളുമ്പോ സുപ്രീം കോടതിക്ക് മനസ്സിലാവും കേരള സർക്കാരിന് ഇത് ആവശ്യമില്ല. പിന്നെ ആർക്കാ ആവശ്യം? കോടതിക്ക് ആവശ്യം. അമ്മാതിരി ഉരുളിച്ച ഇപ്രാവശ്യം പറ്റില്ല. ഇപ്രാവശ്യം നിങ്ങൾ ഖജനാവിൽ നിന്ന് 8-10 കോടി രൂപ കൊടുത്ത് കേസ് നടത്തുന്നു. ആ വക്കീലന്മാരെ മര്യാദക്ക് കേസ് നടത്താൻ നിങ്ങൾ അനുവദിക്കണം. മനസ്സിലായ? അവര് സ്ട്രോങ് ആയിട്ട് പറയണം 130 വർഷം പഴക്കമായ പഴഞ്ചൻ ഡാമിനെ അവിടെ നിലനിർത്താൻ പറ്റൂല. പഴക്കം മാത്രം പറഞ്ഞാൽ മതി, പ്രോപ്പറായിട്ട് പറയണം. കേരള സർക്കാരിന്റെ വക്കീൽ എഴുന്നേറ്റെന്ന് പറയണം 130 വർഷം പഴക്കമായ ഡാം വേണ്ട. തമിഴ്നാടിന്റെ വെള്ളമൊന്നും സീനിലില്ല. മനസ്സിലായല്ലോ? ഇവിടെ എല്ലാവരും എന്താ പറയുന്നത്? തമിഴ്നാടിന് വെള്ളവും നമുക്ക് സുരക്ഷയും. അത് എവിടത്തെ ന്യായം? ഒരു ഇവിടുത്തെ ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു അമ്മയോട് ചോദിക്കണം ആ കുട്ടിയുടെ തൂക്കത്തിനുള്ള വെള്ളം എത്രയാന്ന്. അമ്മ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടാ. ചോദിക്കണമെന്ന്, എന്റെ കുട്ടിയുടെ ഈക്വലന്റ് ആയിട്ടുള്ള വെള്ളം എത്രയാണ് തമിഴ്നാടിന് വേണ്ടത്? തമിഴ്നാട് പറയട്ടെ, അല്ലെങ്കിൽ കേരളം പറയട്ടെ. എന്ത് വൃത്തികേടാവന്മാര് പറയണേ, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷയെന്ന്. അത് ഇവിടുത്തെ അമ്മമാര് ചോദിക്കണം, സ്ത്രീകൾ ചോദിക്കണം. അവരവരുടെ മക്കളുടെ വില അവർ പറയണം, എത്ര വെള്ളാന്നുള്ളത്. ഇത് കണ്ടോണ്ട് എന്നെ കേൾക്കുന്ന സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ മനസ്സിലാക്കണം അവരുടെ കുട്ടികൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ എന്ത് വിലയവന്മാരിട്ടിരിക്കുന്നു. ഞാൻ വെട്ടിയത് സുപ്രീം കോടതിയും വെട്ടി തമിഴ്നാടിന്റെ ജലം എന്നുള്ള സംഭവം. തമിഴ്നാട്ടിൽ ജലം ഇല്ലാത്ര പ്രളയായിരുന്നു കഴിഞ്ഞ മാസം. ഈ നമ്മൾ കൊടുക്കുന്ന വെള്ളം 5 ജില്ലയില് 4 ജില്ലയിൽ നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്നുണ്ട്. അവിടുത്തെ ജലസേചന വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഇതേ കാലഘട്ടങ്ങളിൽ തേനിയിൽ വന്നിട്ട് പറഞ്ഞത് 142-ൽ നിന്ന് ഞങ്ങൾ ജലനിരപ്പ് 152-ലേക്ക് കൂട്ടും. എവിടെ നിന്നോണ്ടാ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? പ്രളയം അവലോകനം ചെയ്യാൻ തേനിയിൽ വന്നപ്പോഴാ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കോട്ട് ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായി, ഭയമല്ല വേണ്ടത് ജാഗ്രതയാണെന്ന്. ആ ഒരു ഇതിനെ കുറിച്ച് സാറിന് എന്താ പറയാ? ബെസ്റ്റായി. എന്തോന്ന് ജാഗ്രത? ജാഗ്രത എന്താണ്? ഇവിടെ പറയാറുണ്ട് റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, പിന്നെ എന്താ ഗ്രീൻ അലർട്ടോ? എന്തോന്നാ റെഡ് അലർട്ട്? റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമാകണം. എല്ലാ വീടുകളിലും ചെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ നികുതി പണം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ ബോധവൽക്കരിക്കണം. നിങ്ങൾ എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം എന്ന് പറയണം. അതാണ് റെഡ് അലർട്ട്. അല്ലാതെ ഞങ്ങൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു, നിങ്ങൾ ജാഗ്രത പാലിക്കുക. എന്തോന്ന് ജാഗ്രത? നമ്മൾ മൈൻഡ് എന്താന്ന് പോലും അറിയില്ല. റെഡ് അലർട്ട് എന്താണ്, യെല്ലോ അലർട്ട് എന്താണ്, നമുക്കറിയില്ല. അതൊന്നും
ഇത് പറയാൻ ഒരു ഗവൺമെന്റ് എന്തിനാ? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് അതിന്റെ ABCD അറിഞ്ഞുകൂടാ. നമ്മുടെ സംവിധാനം അതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു വേൾഡ്ലി റിനൗണ്ട് സയൻസ് ആണ്. അതിന് ട്രെയിൻഡ് ആൾക്കാർ വേണം, എക്യുപ്മെന്റ്സ് വേണം, മരുന്നുകൾ വേണം, ഡോക്ടേഴ്സ് വേണം. യവന്മാരുടെ കയ്യിൽ വെള്ളത്തിന്റെ അടിയിൽ അടിച്ചു നോക്കാനുള്ള ഒരു ടോർച്ച് പോലും ഉണ്ടോ? പിന്നെ എന്തോന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ്? അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ടോ? ഇല്ല. പിന്നെ എന്തോന്ന് ജാഗ്രത നമ്മൾ പാലിക്കുന്നത്? ഇതെല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ട് പറയണം നിങ്ങൾ ജാഗ്രത പാലിക്കുക. അപ്പൊ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ ആരെ അപ്രോച്ച് ചെയ്യണം, ഏത് ഏജൻസിയെ അപ്രോച്ച് ചെയ്യണം, ഏത് ഉപകരണം കൊണ്ടുവരാൻ പറയണം. ബുൾഡോസർ കൊണ്ടുവരാൻ പറയണോ, ഹിറ്റാച്ചി കൊണ്ടുവരണോ, JCB കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പറഞ്ഞു വിടണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്തോന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ്? നമ്മളെ നേരെ നിർത്തി വഞ്ചിക്കുന്ന ഒരു സർക്കാരാണ് കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിട്ടുള്ളത്. എല്ലാ സർക്കാരും അതെ. ഇത് മറ്റേ പക്ഷം ഈ പക്ഷം എന്നൊന്നുമില്ല. എല്ലാ പക്ഷവും ഒരു പക്ഷം തന്നെയാണ് ഈ കാര്യത്തിൽ. മാറണം. മാറിയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പോകും. ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറി മാത്രം തകർന്നാൽ മതി, ഇവിടെ മുഴുവനും ക്രൂഡ് ഓയിൽ നിറഞ്ഞിട്ട് പുല്ലുപോലും ഇന്ന നാട്ടിൽ മുളക്കില്ല. ജനങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുല്ല് മുളയ്ക്കും ഇവിടെ ഇല്ല. ഈ 100,000-ഓളം ഫാക്ടറികൾ ഇതിന്റെ അടിയിലുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 700-ലധികം ഫാക്ടറികളുണ്ട്. അതിൽ 2 ഫാക്ടറി ഒരെണ്ണം ഈഥെയ്ൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫാക്ടറി പൊട്ടിത്തെറിച്ചാൽ മതി, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിഷവാതക സസ്യം മരിക്കും. അത് തിരുവനന്തപുരം എന്നോ വിഷവാതകത്തിന് എഞ്ചിന് തിരുവനന്തപുരം അല്ലേ? അങ്ങനെയൊന്നും ഇല്ല വിഷവാതകത്തിന്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവില്ല, കന്യാകുമാരിക്ക് പോവില്ല, ഞാൻ മധുരയിൽ പോവില്ല, പൊള്ളാച്ചി പോവില്ല എന്ന് പറയോ? ഗ്യാസ് പോണടത്തൊക്കെ ജനം വീണ് മരിക്കും. ഭോപ്പാൽ ട്രാജഡി നമ്മൾ കണ്ടതല്ലേ? ജനം മാത്രമാണോ? സകല പക്ഷി മൃഗാദികളും തീരും. ഇതെന്തിനാ നമ്മൾ ചുമക്കണം? ഇനിയെങ്കിലും കേരളത്തിൽ എന്നെ കേൾക്കുന്ന, ഈ ചാനലിനെ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കണം, എന്തിനാ ഈ 130 വർഷം പഴക്കമുള്ള സാധനം നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്നു? എന്തിനു നമ്മളത് സഹിക്കണം? എന്തിനു സഹിക്കണം? ആ നദി ഇങ്ങനെ നേരെ ഈ നദി ഇങ്ങനെ ഒഴുകി അറബിക്കടലിൽ പതിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്, പ്രപഞ്ചത്തിന്റെ നിശ്ചയമാണ്. ദൈവമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രപഞ്ചം എന്ന് പറയാം, ആയിക്കോട്ടെ. പ്രപഞ്ചത്തിന്റെ നിശ്ചയമാണ്. ഈ നദിയെ മുറിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് വിട്ടിരിക്കുന്നു. അത് പ്രകൃതി വിരുദ്ധമാണ്. അതെ, അത് ആക്ച്വലി മനുഷ്യന്മാരുടെ മാത്രം പ്രശ്നമല്ല. പക്ഷികളുടെ വെള്ളം, പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ അവരതിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല, അല്ലെ? അല്ല, ഇത് സമസ്ത ജീവജാലങ്ങളുടെ ഈ പ്രപഞ്ചത്തിന്റെയും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഇപ്പൊ കാണുന്ന പെരിയാർ മരിച്ച പെരിയാറാണ്. ഇപ്പൊ നമ്മൾ ആലുവയൊക്കെ കാണുന്ന പെരിയാറുണ്ടല്ലോ, അത് മരിച്ചതാണ്. അങ്ങനെ അല്ലായിരുന്നു. പെരിയാറിന് ഒരു 1000 കൈവഴികൾ കേരളം മുഴുവനും ഒഴുകിയ പെരിയാറാണ്. മനസ്സിലായ? അതായത് 1000 കൈവഴികളോടെ അത് അങ്ങനെ ഒഴുകുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഗുണം എന്താന്ന് വെച്ചാൽ, ഭൂമിയുടെ അടിയിലേക്ക് ജലം, അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും, ഒരു തലം ഉണ്ടാവും, ഭൂമിക്കടിയിൽ ഒരു ജലത്തിന്റെ തലം ഉണ്ടാവും. ആ ജലം കേരളത്തിലെ 44 നദികൾക്കും ജലസ്രോതസ്സാവും. എന്തുമാത്രം മത്സ്യസമ്പത്ത് ഉണ്ടാവും, പ്രകൃതി എത്ര ശാന്തമാവും, എന്തുമാത്രം വെജിറ്റേഷൻ ഉണ്ടാവും. ഇനി ഈ വെള്ളം നേരെ പോയി കടലിൽ പതിച്ചാലാണ് സീവീഡ്സ് ഉണ്ടാവുള്ളൂ. കടലിന്റെ ഉപ്പ് വർദ്ധിച്ചാൽ, ഉപ്പ് കുറഞ്ഞില്ലെങ്കിൽ കടലിലെ എല്ലാ ജീവിവർഗങ്ങൾക്കും പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികൾ എന്താ സമരം ചെയ്യാത്ത? മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യാത്ത? കടലിൽ മത്സ്യമില്ല ഇപ്പം. ഈ കടൽ ജലത്തിന് ഒരു സാന്ദ്രതയുണ്ട്, ഒരു ഡെൻസിറ്റി ഉണ്ട്. അതൊക്കെ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ മത്സ്യങ്ങളുടെ പ്രജനനം കുറയും. മനസ്സിലായോ? അപ്പൊ ഈ ശുദ്ധജലം ചെന്ന് കടലിൽ പതിച്ചാലാണ് സീവീഡ്സ് ഉണ്ടാവുള്ളൂ. ഈ സീവീഡ്സ് ഇല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല എന്നാണ് സയൻസ്. ഈ നാവികർക്കൊക്കെ ഈ കടലിന്റെ അങ്ങേ തലയ്ക്കല് ഓക്സിജൻ കിട്ടുന്നത് എവിടെന്നാ? അവിടെ മരങ്ങളുണ്ടാ? ഇല്ല. സീവീഡ്സ് ആണ് ഈ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഈ ശുദ്ധജലം അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സീവീഡ്സിന്റെ വളർച്ചയെ അത് ബാധിക്കും. സീവീഡ്സ് എന്ന് വെച്ചാൽ കടൽപ്പായൽ.
അതിന്റെ വളർച്ചയെ ബാധിക്കും, മീനുകളുടെ വളർച്ചയെ ബാധിക്കും, കടലിന്റെ സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയം തെറ്റും. അപ്പൊ ഇത് സമസ്ത ജീവജാലങ്ങളിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകല ജീവി വർഗങ്ങളുടെയും പ്രശ്നമാണ് മുല്ലപ്പെരിയാർ വിഷയം. മനുഷ്യൻ പ്രതികരിച്ചില്ലെങ്കിൽ പ്രകൃതി പ്രതികരിക്കും. മനസ്സിലായ? പ്രകൃതിക്ക് അതിന്റെ ഇക്വിലിബ്രിയം പുനഃസ്ഥാപിക്കണം, സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കണം. 130 വർഷക്കാലം പ്രകൃതി സഹിച്ചിരിക്കുക, ഇനി സഹിക്കോ? ഇല്ല. ഈ പ്രളയം ഉണ്ടായത് മഴ കാരണമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മൊത്തം മഴ കാരണമാണെന്ന് വിശ്വസിക്കുന്നില്ല. അതിന്റെ ഒരു പങ്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തില് ചെയ്തിട്ടുണ്ടാവില്ലേ? അല്ല, പ്രളയം ഇവിടെ 84ഓളം ഡാംസ് ഉണ്ട്. ഡാംസ് എന്തിനാണ്? ഡാംസിന്റെ ഒരു പർപ്പസ് പ്രളയം നിയന്ത്രിക്കാനാണ്. മഴ പെയ്ത് കൂടുതൽ വെള്ളം വന്നാല് ഈ ഡാമിൽ സംഭരിച്ചു വെച്ചിട്ട് കുറേശ്ശെ വിട്ട് പ്രളയത്തെ കൺട്രോൾ ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് 2018 ഇത്രയും ഡാംസ് ഉണ്ടായിട്ട് പ്രളയം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല? ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം. 1500ഓളം പേരാണ് മരിച്ചു വീണത്. അനൗദ്യോഗിക കണക്ക്, സർക്കാരിന്റെ കണക്കിൽ അത്രയും ഇല്ല, 500-ൽ താഴെയാ, 400-ൽ മേലെ. ഇനിയിപ്പോ ഒരാളെ മരിച്ചോളും വിചാരിക്കുക, ഒരാളെ കൊല്ലാനായിട്ട് സർക്കാരിന് അധികാരം ഉണ്ടോ? വെള്ളം തുറന്നു വിട്ട് രാത്രി എല്ലാ ഡാമും, അതായത് അൺസയന്റിഫിക് ആയിട്ടുള്ള കൺട്രോൾ, ഡാമുകളുടെ നിയന്ത്രണം അൺസയന്റിഫിക് ആണ്. ഇപ്പൊ IMD പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട്, മഴ ഉണ്ടാകുന്നു, ന്യൂനമർദ്ദം ഉണ്ടാകുന്നു എന്നൊക്കെ പ്രഡിക്ഷൻസ് ഉണ്ട്. ഈ പ്രഡിക്ഷൻസ് എല്ലാം കണ്ടിട്ട് ആ പ്രഡിക്ഷൻസിന്റെ എല്ലാം പുച്ഛിച്ച് തള്ളിയിട്ട് എല്ലാ ഡാമിലും ജലം അങ്ങോട്ട് കൂട്ടിവെച്ച് നാരായണത്ത് ഭ്രാന്തനെ പോലെ രാത്രി അങ്ങനെ കൂട്ടിവെച്ചത് അത് അവരോട് ചോദിക്കണം. ഇത് എന്ത് ചെയ്താലും ഈ നാട്ടിലെ യുവാക്കൾ ശബ്ദിക്കാതിരിക്കാനാണ് ഈ മദ്യം ഇങ്ങനെ കൊടുക്കുന്നത്, മയക്കുമരുന്നുകൾ കൊടുക്കുന്നത്, സകല തിന്മകളും ചെയ്താൽ അവരെ സംരക്ഷിക്കുന്നത്. മനസ്സിലായ? ആരും ചോദിക്കാനില്ല എന്നറിയാം, ആരും ചോദിക്കില്ല, പ്രതികരിക്കില്ല. ഇവിടെ നമുക്കറിയാം, ഒരു പക്ഷം ഭരിക്കുന്നു, വേറൊരു പക്ഷം പ്രതിപക്ഷത്തിരിക്കുന്നു. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ചോദിക്കുവോ? ഇല്ല. ഇവരിഞ്ഞി ഭരണത്തിൽ വന്നാൽ മറ്റവര് ചോദിക്കുവോ? വെറും പ്രഹസനമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഇവിടുത്തെ യുവാക്കൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അവർക്കാ പ്രശ്നം. ഇപ്പൊ പല സ്ഥലത്തും ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെയും വന്നുകൂടായികയില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡാമിന് എന്തായിരിക്കും സംഭവിക്കുക? ആര് പറഞ്ഞു അഞ്ചലിന്റെ അടുത്ത് ഇവിടെ ഭൂകമ്പം നടന്നിട്ടില്ല എന്ന്? അല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്നിട്ടില്ലല്ലോ, വയനാട് ഈ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു മേജർ ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ 6.1 വന്ന ഭൂകമ്പമാണ്. അത് പാലക്കാട് ജില്ലയിലെ നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമമാണ് എപ്പി സെന്റർ, ചിറ്റൂർ താലൂക്കില്. അതൊരു മേജർ ഭൂകമ്പം തന്നെയാണ്. 6.1 എന്ന് പറയുന്ന ചെറിയ ഭൂകമ്പം അല്ല, അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രത്തില്. അത് 1900-ലാണ് നടന്നത്. അപ്പൊ ഈ സീസ്മോളജിസ്റ്റുകൾ പറയുന്ന, അതായത് ഭൗമ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന അവരൊരു കണക്കുണ്ട്. 100 വർഷത്തിന് 30 വർഷം മുമ്പോ 100 വർഷത്തിന് 30 വർഷത്തിനുള്ളിലോ, ഇങ്ങനെയാ കണക്ക്. അപ്പൊ 100 വർഷത്തിന് 30 വർഷം മുമ്പ് ഏതായാലും നടന്നില്ല, 1900 കഴിഞ്ഞിട്ടേ. പിന്നെ ഇപ്പോ 100 വർഷം കഴിഞ്ഞ് 30 വർഷം കഴിയാനായിട്ട് ഇനി എത്രയുണ്ട്? 25 അല്ലേ, 5 വർഷമുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ ആ ഭൂകമ്പം റിപ്പീറ്റ് ചെയ്യപ്പെടാന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ നല്ലേപ്പിള്ളിയില് 6.1 അതിൽ കൂടുതലോ വരുന്ന, കുറയൂല ഒരിക്കലും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുള്ളൂ. അപ്പോ 6.1 പ്ലസ് മാഗ്നിറ്റ്യൂഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ കേരളം മറക്കും. അന്ന് 1900-ലുണ്ടായ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചി വരെ അതിന്റെ വൈബ്രേഷൻസ് വന്നായിരുന്നു. കാര്യം കോയമ്പത്തൂർ, കൊച്ചി, മധുര, പൊള്ളാച്ചി ആ മേഖല, കോയമ്പത്തൂർ ആ മേഖലയിലാണ് ഇതിന്റെ പ്രകമ്പനം കൂടുതലുണ്ടായത്. അപ്പൊ അതിന്റെ വൈബ്രേഷൻസ് കൊച്ചിയിലെത്തി എന്ന് പറഞ്ഞാൽ അന്ന് കൊച്ചിയിലൊന്നും ഇത്ര വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇപ്പൊ തൃശ്ശൂര്, പാലക്കാടൊക്കെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോ അവിടെ ആ ഒരു ഭൂകമ്പം ഉണ്ടായാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവരുടെ റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ 240 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ട്രെമേഴ്സ് ആണ്.
അതിൽ ഏറ്റവും വലിയ ഭൂകമ്പം എന്ന് പറയുന്നത് 4.1 ആണ്. അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൃശ്ശൂര്, കോട്ടയത്ത്, അങ്ങനെ കേരളത്തിന്റെ വിവിധ നെടുങ്കണ്ടം ഒരു വലിയ എപ്പി സെന്റർ ആണ്. പിന്നെ ഒരു അനൗദ്യോഗികമായ ഒരു റിപ്പോർട്ട് ഉണ്ട് വൈറ്റില ഒരു എപ്പി സെന്റർ ആണെന്നുള്ളത്. അത് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ജനങ്ങൾ പാനിക്കാവെന്ന് വിചാരിച്ചിട്ടാകാം. അപ്പം 240 ട്രമേഴ്സ് മൊത്തം ഉണ്ടായി. അത് കൂടാം. അത് മുല്ലപ്പെരിയാർ വിസിനിറ്റിയിൽ അത്തരം ഒരു ഭൂകമ്പം ഉണ്ടായാൽ അപ്പൊ തന്നെ തീർന്നു. നമ്മുടെ നാട്ടിൽ ഡാംസ് ഒന്നും പറ്റില്ല. മുല്ലപ്പെരിയാർ മാത്രമല്ല, ഈ കേരളത്തിലെ സകല ഡാംസും ഡീകമ്മീഷൻ ചെയ്ത് ഗ്രീൻ എനർജിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം സൂര്യപ്രകാശം ഉണ്ടായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. യൂറോപ്പില് വിന്റർ സീസണിൽ നമ്മുടെ രാജ്യത്തെ പുലർകാലത്തെ വെട്ടം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. വിൻമിൽസുകൾ, കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് ആ രാജ്യങ്ങളൊക്കെ എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ നാട്ടില് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അറേബ്യൻ സീ ഉണ്ട്. എന്തുകൊണ്ട് വിൻമില്ലുകൾ വെക്കുന്നില്ല? എന്തുകൊണ്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കരയെ പോലും വെക്കണ്ട, ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കടലിൽ വെക്കുന്നില്ല? എന്തുകൊണ്ട് 10 വർഷം മുമ്പുള്ള ഒരു കണക്കാണ്. എന്തുകൊണ്ട് 5000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി 10 വർഷം മുമ്പ് ഉള്ള കണക്കിൽ 5000 കോടിയുടെ ഇലക്ട്രിസിറ്റി നാഷണൽ ഗ്രിഡിൽ നിന്ന് പുറത്തുനിന്ന് ഇവർ വാങ്ങുന്നു? ഇത്രയും റിസോഴ്സസ് ഈ നാട്ടിലുണ്ടായിട്ട് എന്നിട്ട് ഈ പ്രതികരിക്കാത്ത ഈ ജനത്തിന്റെ മേലെ ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടിവെക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് കുഴഞ്ഞു വീഴുന്ന ആൾക്കാരുള്ള നാടായത് അല്ലേ? ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ട്. അപ്പൊ ഇവർക്ക് ഗ്രീൻ എനർജി വേണ്ട. ഇവർക്ക് ഈ കമ്മീഷൻ കിട്ടുന്ന കച്ചവടം മതി. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് ആപ്പാന മതി. നമ്മളെ പിഴിയാണ് കേരളത്തിലെ സാധാരണക്കാരെ. ഇനി പിഴിയാനായിട്ട് ഒന്നുമില്ലെങ്കിലും വീണ്ടും വീണ്ടും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് മെജോറിറ്റി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വെച്ചിട്ട്, എല്ലാ റിസോഴ്സസും വെച്ചിട്ട്. കേരളം എല്ലാത്തിലും സമ്പന്നാണ്. അത് വെച്ചിട്ട് ദാരിദ്ര്യത്തിലേക്ക് നാട് പോകുന്നുണ്ടെങ്കിൽ ആരാ ഉത്തരവാദികൾ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മേലെ കുറ്റം ചാർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. നിങ്ങളാണ് ഉത്തരവാദികൾ. നമ്മൾ ചോദ്യം ചെയ്യണം. പ്രതികരിക്കാത്ത ജനമാണ് ഈ നാടിന്റെ ശാപം. അത് മാറേണ്ട രക്ഷയില്ല. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല. അവരിവരെ ചൂഷണം ചെയ്യാൻ അവർ മിടുക്കന്മാരായതുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യുന്നു. ഇവരെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്ന അവര് മിടുക്കന്മാരാകുന്നു. ആ മിടുക്കന്മാരാകാനുള്ള കാരണം എന്താണ്? ഈ ജനല്ലേ, ഈ പ്രതികരിക്കാത്ത ജനല്ലേ. പ്രതികരിക്കാതെ എല്ലാം ഒരു ഒളിച്ചോട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ നിൽക്കുന്നില്ല, എബ്രോഡ് പോകുന്നു. അതൊരു ഒളിച്ചോട്ടമാണ്. അതെ, അഞ്ചിൽ പറഞ്ഞ കറക്റ്റ് ആണ്, ഒളിച്ചോട്ടം അത്. എന്നിട്ട് അവിടെ ഒരു റിസോഴ്സസും ഇല്ലാത്ത സ്ഥലത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ സുഖ സൗകര്യങ്ങൾ കാണാൻ അന്തം വിട്ട് മലയാളി നിൽക്കാം. അതെ, ആരും തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. തമിഴ്നാട്ടിലേക്ക് പിന്നെ പോവാൻ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവിടെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ആയി. നമ്മളിവിടെ അവരെ കളിയാക്കി കൊണ്ട് നടക്കുക. നമ്മുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ആകണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം നല്ലവരാണെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ സാറിനോട് ഞാനൊരു സാധാരണക്കാരിയായിട്ടാണ് സംസാരിച്ചത്. എനിക്കിതിനെ കുറിച്ച് വലിയൊരു നോളജ് ഉണ്ടായില്ല. ഇപ്പൊ സംസാരിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പൊ പ്രതികരിക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം സാറിന് ഇവിടുത്തെ യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ ഒരു ചാനൽ ഉണ്ട്. അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലൊന്നും അല്ല. അതിൽ നിന്നൊന്നും ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ അതില് കുറെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഈ അനാവശ്യ ചർച്ച ചെയ്യുന്ന, അത് സേവ് കേരള ബ്രിഗേഡ് എന്നാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. യൂട്യൂബില് സേവ് കേരള ബ്രിഗേഡ് എന്ന് അടിച്ചു കൊടുത്താൽ ആ ചാനൽ കിട്ടും. അതില് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കുറേയേറെ വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ ഈ അനാവശ്യ ചർച്ചയുടെ അടിയിൽ കൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതൊരു പ്രതിഷേധമായിരിക്കും. രണ്ടാമത്തെ കാര്യം, പ്രൈം മിനിസ്റ്റർക്ക് change.org എന്നാണ് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു പെറ്റീഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം അതിൽ ഒപ്പിടുകയും കമന്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഫോമർ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ.
അദ്ദേഹം കേരള സർക്കാരിന് കത്തെഴുതി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും കത്തെഴുതിയിട്ടുണ്ട്. എൻ്റെ ഈ പെറ്റീഷനിൽ വന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അത് change.org എന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതില് ഇപ്പം ഗൂഗിളിൽ പോയിട്ട് അഡ്വക്കേറ്റ് റസൽ ജോയിസ് പെറ്റീഷൻ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. റസൽ എന്നുള്ള സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. RUSSEL എന്നാണ് സ്പെല്ലിംഗ്, റസൽ എന്നുള്ള സ്പെല്ലിംഗ്. അഡ്വക്കേറ്റ് റസൽ ജോയിസ് പെറ്റീഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ആ പെറ്റീഷൻ വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ പെറ്റീഷൻ വരും. അതിൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ചെയ്യാവുന്നതാണ്. അത് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ, സ്ഥാപനത്തിന്റെ മുമ്പിൽ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ മലയാളത്തില് മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെക്കുക. അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത്രയും ചെയ്താൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. പിന്നെ കോടതി ബാക്കി പൂർത്തീകരിച്ചോളൂ. അത്രയൊക്കെ എനിക്ക് ഈ കേരളത്തിലെ ജനങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മുടെ change.org എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന ഒരു ക്യാപ്ഷനിൽ നമ്മൾ ഒരു പെറ്റീഷൻ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ അതിൻ്റെ QR കോഡും ലിങ്കും കൊടുക്കും. ആ QR കോഡ് വെച്ചിട്ട് ആ പെറ്റീഷനിൽ പ്രവേശിച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് ഒപ്പിടാൻ പറ്റും. അതുപോലെ തന്നെ ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒപ്പിട്ടിട്ട് നമുക്ക് വലിയ വിജയമാക്കണം. കേരളത്തിൽ 45 മില്യൺ ആൾക്കാരാണ് ഉള്ളത്. ഇപ്പൊ 2 മില്യനെ ഒപ്പിട്ടിട്ടുള്ളൂ. അപ്പൊ അതൊരു 10 മില്യനെങ്കിലും ആക്കിയാൽ തീർച്ചയായിട്ടും ലോക നേതാക്കൾ ശ്രദ്ധിക്കും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം 10 മില്യൺ ആൾക്കാർ ഒപ്പിട്ട ഒരു കാര്യത്തിൽ ലോക നേതാക്കൾ ചോദിക്കില്ലേ? നമ്മുടെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു ഡിസ്കഷൻ വരും. അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ അദ്ദേഹം ഇത് ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരും. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പൊ ഇന്റർനാഷണൽ മീഡിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഇതൊരു അണുബോംബാണെന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെപ്പോഴെങ്കിലും സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ കഴിഞ്ഞ ഒക്ടോബർ 11 പുതിയ വേർഡിക്റ്റ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു വാർത്തയായി. പ്രധാനപ്പെട്ട ഒരു വിഷയം, 130 വർഷം പഴക്കമുള്ള ഈ ഡാം തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ അവർ കാണുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു പ്രത്യേകതരം ജനമായിട്ട് നോക്കി കാണാണ്. അപ്പം എല്ലാ മീഡിയാസും ഇതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ വിവിധ മാധ്യമങ്ങളിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളിലും. ഇനി ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ എല്ലാ മാധ്യമങ്ങളിലും ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് വരും. സാർ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ബോധവൽക്കരണം എന്ന് വേണമെങ്കിലും പറയാം. കാരണം അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം സാറ് വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു. നന്ദി.